എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 44-ാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. നന്ദോധനന്ദിതാത്മാവൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വൽ സംസ്കാരാൻ വിധാതുമുത്സുഗധേഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. നന്ദോധ, അധ നന്ദ, അനന്തരം നന്ദഗോപൻ. നന്ദിതാത്മാ, സന്തുഷ്ടഹൃദയനായിട്ട്. വൃന്ദിഷ്ടം മാനയൻ, അമും യമിനാം, മുനിമാരിൽ വച്ച് അതിശ്രേഷ്ഠനായ ഗർഗമുനിയെ മാനിക്കുന്നവനായിട്ട്. മന്ദസ്മിതം ആർദ്രം ഊചേ, പുഞ്ചിരി തൂകിക്കൊണ്ട് ആർദ്രമായി പറഞ്ഞു. ത്വത് സംസ്കാരാൻ വിധാതും, അങ്ങേക്ക് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ. ഉത്സുകതേഃ, ഔത്സുക്യത്തോടെ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങയുടെ ജാതകർമ്മങ്ങൾ വിധിയാം വണ്ണം നിർവഹിക്കാൻ തിടുക്കപ്പെട്ടിരുന്ന നന്ദഗോപൻ യോഗിവര്യനായ ഗർഗമുനിയെ കണ്ട് അതിയായി സന്തോഷിക്കുകയും അദ്ദേഹത്തെ യഥാർഹം ഉപചരിച്ചുകൊണ്ട് ഇപ്രകാരം സൗമ്യവചസ്സുകൾ പറയുകയും ചെയ്തു. ഹരേ കൃഷ്ണ.